ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റോഡ് സയൻസിന് തൊട്ട് മുമ്പ് വരെയുള്ള പോർഷൻസ് ആയിരുന്നു കവർ ചെയ്തത്. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. റോഡ് സയൻസ് ആൻഡ് റോഡ് മാർക്കിംഗ്സ് ഹാവ് ബീൻ ഇംപ്ലിമെന്റഡ് ടു റെഡ്യൂസ് റോഡ് ആക്സിഡന്റ്സ് ആൻഡ് ടു എൻഷുർ സേഫ്റ്റി. റോഡ് സൈനും റോഡ് മാർക്കിംഗ്സും കൊണ്ടുവന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? റോഡ് ആക്സിഡന്റ്സ് കുറയ്ക്കാനും അതുപോലെ റോഡ് സേഫ്റ്റി ഉറപ്പുവരുത്താനും. റോഡ് സയൻസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു 3 കാറ്റഗറീസ്. റോഡ് സയൻസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഹാവിംഗ് യു നോട്ടീസ് സൈൻ ബോർഡ്സ് ഇറക്റ്റഡ് ഓൺ റോഡ് സൈഡ്സ്. റോഡ് സൈഡ്സിൽ വെച്ചിട്ടുള്ള സൈൻ ബോർഡ്സ് നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? Some of them are in circular, triangular or rectangular shape. ചില റോഡ് സൈൻസ് എങ്ങനെയായിരിക്കും? സർക്കിൾ ഷേപ്പിലായിരിക്കും, ചിലത് ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും, അതുപോലെ ചിലത് ഏത് ഷേപ്പിലാണ്? റെക്ടാങ്കുലർ ഷേപ്പിലായിരിക്കും. അപ്പൊ 3 ഷേപ്പിലുള്ള റോഡ് സൈഡ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ് ടു നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് ഓഫ് ദം. അത് ഓരോന്നിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് നോക്കിക്കേ, ആ 3 സൈൻസ് ഏതാണെന്നാണ്. അപ്പൊ സർക്കുലർ ഷേപ്പിലുള്ള റോഡ് സൈൻ എന്ന് വിളിക്കുന്ന മാൻഡേറ്ററി സൈൻസ് ആണ്. അതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലാണെങ്കിൽ അത് കോഷണറി സൈൻസ്, റെക്ടാങ്കുലർ ഷേപ്പിലാണെങ്കിൽ ഇൻഫോർമേറ്ററി സൈൻസ്. മാൻഡേറ്ററി സൈൻസ്, these signs are one signs that must compulsorily be followed. നമ്മൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കേണ്ട സൈനുകളാണ് മാൻഡേറ്ററി സൈൻ. നോ പാർക്കിംഗ്, ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. നോ ബൈസൈക്കിൾ, ഇവിടെ ബൈസൈക്കിൾ ഓടിക്കാൻ പാടില്ല. നോ ഹോൺ, ഇവിടെ ഹോൺ അടിക്കാൻ പാടില്ല. ഇത് നമ്മൾ നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. കോഷണറി സൈൻസ്, നമുക്ക് ഒരു മുൻകരുതൽ തരുന്ന സൈനുകളാണ് കോഷണറി സൈൻസ്, മുൻകരുതൽ തരുന്ന സൈനുകൾ. അതായത് these signs are meant to warn about the road condition in the journey ahead. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലെ റോഡിന്റെ കണ്ടീഷൻ, റോഡിന്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന സൈനുകളാണ് കോഷണറി സൈൻസ്. അപ്പം ഹമ്പ്, നാരോ ബ്രിഡ്ജ്, സ്കൂൾ ഹെഡ്. ഹമ്പ്, നാരോ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ വീതി കുറഞ്ഞ ബ്രിഡ്ജ്, അതുപോലെ മുന്നിൽ എന്തുണ്ട്? സ്കൂളുണ്ട്. അതായത് നമ്മൾ ഈ 3 സൈന് കണ്ടാലും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി സ്പീഡ് കുറച്ച് വേണം ഓടിക്കാനായിട്ട്. ഇൻഫോർമേറ്ററി സൈൻസ്, these signs provide information about the direction in which the driver has to go, the distance to various places and the availability of other facilities. ഈ സൈൻസ് എന്തിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ തരുന്നത്? ഡയറക്ഷൻ ഇൻ വിച്ച് ഡ്രൈവർ ഹാസ് ടു ഗോ, ഡ്രൈവർ ഏത് ദിശയിലേക്ക് വേണം സഞ്ചരിക്കാനെന്നും, the distance to various places, ഓരോരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം, അതുപോലെ അവൈലബിലിറ്റി ഓഫ് അതർ ഫെസിലിറ്റീസ്, മറ്റ് സൗകര്യങ്ങൾ, നമ്മുടെ അടുത്ത് പെട്രോൾ പമ്പ് ഉണ്ടോ, പോലീസ് സ്റ്റേഷൻ ഉണ്ടോ, ഹോസ്പിറ്റൽ ഉണ്ടോ എന്നൊക്കെ കാണിക്കുന്ന സൈനാണ് ഇൻഫോർമേറ്ററി സൈൻസ്. അത് നമുക്ക് അടിസ്ഥാന വിവരങ്ങൾ തരുന്ന സൈനാണ്. In addition to these signs mentioned above, collect more symbols for each category, prepare separate posters and display them in the school bulletin board. ഈ സൈൻസ് കൂടാതെ മറ്റ് സിമ്പിൾസ് കളക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ കാറ്റഗറിയിലുള്ള സിമ്പിൾസ് കളക്ട് ചെയ്യുക, അതിന് സെപ്പറേറ്റ് പോസ്റ്റർ ആക്കിയിട്ട് നിങ്ങളുടെ സ്കൂൾ ബുള്ളറ്റിൻ ബോർഡിൽ അത് ഡിസ്പ്ലേ ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. റോഡ് മാർക്കിങ്സ്, ഈ മാർക്കിങ്ങുകളൊക്കെ നിങ്ങൾ റോഡിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഏറ്റവും സുപരിചിതമായിട്ടുള്ള മാർക്കിംഗ് ആണ് സീബ്ര ക്രോസിംഗ്. വെഹിക്കിൾസ് ആർ അലൗഡ് ടു ക്രോസ് ഇൻ എ കൺട്രോൾഡ് മാനർ. നിയന്ത്രിതമായിട്ട് ഈ ഒരു ലൈന് ക്രോസ് ചെയ്ത് വെഹിക്കിൾസിന് പോവാം. ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് ബ്രോക്കൺ വൈറ്റ് ലൈൻസ്, ഇടവിട്ട് ബ്രോക്ക് ചെയ്ത് കിടക്കുന്ന വൈറ്റ് ലൈൻസ് ആണ് ഇത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറികടന്ന് പോവാം. ഇപ്പൊ ഇങ്ങനെ ഒരു വണ്ടി വരുവാണ്, ഇവിടെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ലൈൻ മറികടന്ന് അവരെ ഓവർടേക്ക് ചെയ്ത് മുന്നേക്ക് പോകാം. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്. വേർ വെഹിക്കിൾസ് ആർ നോട്ട് അലൗഡ് ടു ക്രോസ്, എന്ത് വന്നാലും ഈ ഒരു ലൈൻ നമ്മൾ ക്രോസ് ചെയ്യാൻ പാടില്ല. നേരെ പോകുന്ന ആൾ നേരെ തന്നെ വെക്കണം. ഈ ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാനായിട്ട് പാടില്ല. അതാണ് ഈ ഒരു ലൈൻ, ഈ ഒരു യെല്ലോ കളറിലുള്ള ലൈൻ. അതുപോലെ സീബ്ര ക്രോസിംഗ്, നമുക്കറിയാം റോഡ് ക്രോസിംഗ് മുറിച്ചു കിടക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലൈനാണ് സീബ്ര ക്രോസിംഗ്. സീബ്ര ക്രോസിംഗിലെ പെഡസ്ട്രിയൻസിനാണ് മുൻഗണന. ഡു ആക്സിഡന്റ്സ് occur only because traffic rules are disobeyed? നമ്മൾ ട്രാഫിക് റൂൾ കൃത്യമായി പാലിക്കാത്തതുകൊണ്ട് മാത്രമാണ് ആ ആക്സിഡൻസ് ഉണ്ടാകുന്നത്? ഒരിക്കലും അല്ല. In dim light, drivers may not be able to see pedestrians walking along the side of the road or crossing the road wearing dark clothes. In dim light, drivers may not be able to see pedestrians walking along the side of the road or crossing the road wearing dark clothes. മങ്ങിയ വെളിച്ചത്തില്
ഈ ഇരുണ്ട വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് റോഡിന്റെ സൈഡിൽ കൂടി നടക്കുന്ന പെഡസ്ട്രിയൻസിനെ, അതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യുന്ന പെഡസ്ട്രിയൻസിനെ ആർക്ക് കാണാൻ സാധിക്കില്ല? ഡ്രൈവേഴ്സിന് ചിലപ്പോൾ കാണാൻ സാധിച്ചെന്ന് വരില്ല. പെഡസ്ട്രിയൻസ് എന്ന് വെച്ചാൽ കാൽനട യാത്രക്കാർ. അപ്പൊ ഡാർക്ക് ക്ലോത്ത്സ് ധരിച്ച് നടക്കുന്ന കാൽനട യാത്രക്കാർ, റോഡ് ക്രോസ് ചെയ്യുന്നത്, അതുപോലെ സൈഡിൽ കൂടി നടക്കുന്ന കാൽനട യാത്രക്കാരെ ചിലപ്പോൾ ഡ്രൈവേഴ്സിന് കാണാൻ പറ്റിയെന്ന് വരില്ല. ഇറ്റ് ഇൻവൈറ്റ്സ് ആക്സിഡൻസ്. അത് എന്തിനെ വിളിച്ചു വരുത്തുന്ന പോലെയാണ്? അപകടങ്ങളെ നമ്മൾ വിളിച്ചു വരുത്തുന്ന പോലെയാണ്. Isn't it advisable to wear light clothes during these times? അതുകൊണ്ട് തന്നെ രാത്രിയിലൊക്കെ നമ്മൾ പുറത്തു പോകുമ്പോൾ ഏത് ക്ലോത്ത്സ് ധരിക്കണം? ലൈറ്റ് കളറുള്ള ക്ലോത്ത്സ് വേണം ധരിക്കാനായിട്ട്. Prepare and present a seminar paper on the topic students and road safety. വിദ്യാർത്ഥികളും റോഡ് സുരക്ഷയും എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നിങ്ങൾ സെമിനാർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഹിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഗ്രാഫാണ്. A graph showing the number of road accidents in Kerala from 2016 to 2022 is given below. 2016 മുതൽ 2022 വരെയുള്ള കേരളത്തിൽ നടന്ന റോഡ് ആക്സിഡന്റ്സിന്റെ ഒരു ഡേറ്റയാണ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ ഗ്രാഫ് കണ്ടിട്ട് എന്തൊക്കെ മനസ്സിലായി? എപ്പോഴും നോക്കിക്കോണം ഗ്രാഫിന്റെ സ്കെയില്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇപ്പൊ സ്വന്തമായിട്ട് വരയ്ക്കുകയാണെങ്കിലും ഗ്രാഫിന്റെ 2 ആക്സിസും വരയ്ക്കണം, സ്കെയിലും എഴുതണം. ഓരോ എക്സ് ആക്സിസ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, വൈ ആക്സിസ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എഴുതണം. ഈ ആക്സിസ് എക്സ്, ഈ ആക്സിസ് ആണ് വൈ ആക്സിസ്. അപ്പൊ സ്കെയില് എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 1 സെന്റിമീറ്റർ, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയാണ് 1 സെന്റിമീറ്റർ. ഇത്രയാണ് 1 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 ഇയർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ട 2016, അടുത്ത 1 സെന്റിമീറ്റർ കഴിഞ്ഞപ്പോൾ 2017, 2018 അങ്ങനെ കൂടി വരും. വൈ ആക്സിസിൽ 1 സെന്റിമീറ്റർ ഇസിക്കൽ ടു 10,000 നമ്പേഴ്സ്. അതായത് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഇവിടെ 1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ 10,000 നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം 1 സെന്റിമീറ്റർ കഴിയുമ്പോൾ അവിടെ 10,000, 2 സെന്റിമീറ്റർ കഴിയുമ്പോൾ 20,000, 3 സെന്റിമീറ്റർ ആകുമ്പോൾ 30. ഇവിടെ നിന്നിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. ഇവിടുന്ന് 3 സെന്റിമീറ്റർ ആകുമ്പോൾ 30,000, ഇവിടുന്ന് 4 സെന്റിമീറ്റർ ആകുമ്പോൾ 40,000, അങ്ങനെ പോകും. ഓക്കെ. What information can be gathered from the above graph? മുകളിൽ തന്നിട്ടുള്ള ഗ്രാഫിൽ നിന്നും എന്തെല്ലാം ഇൻഫോർമേഷൻസ് ആണ് നിങ്ങൾക്ക് ലഭിച്ചത്? ഒന്ന് നോക്കിക്കേ, ഈസി ആയിട്ട് പറയാൻ പറ്റും. 2016 മുതൽ, അതായത് 2016 നോക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ 2016 എടുക്കുക, അത് ഏത് പോയിന്റിലാണെന്ന് നോക്കണം. 2016 ലൈൻ വന്നിട്ട് ഈ ഒരു പോയിന്റിലാണ് 2016 മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് വൈ ആക്സിസിലെ മെഷർ നമ്മൾ ഇങ്ങനെ നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും. ഈസി ആയിട്ട് തന്നെ ഇത് നോക്കിക്കേ. 2019 നമ്മൾ നോക്കുമ്പോൾ അതിന്റെ പോയിന്റ് എവിടെ നിൽക്കുന്നത്? ഇവിടെ ഈ ഒരു പോയിന്റിലാണ് 2019 നിൽക്കുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ ആക്സിസിലെ മെഷർ നമ്മൾ നോക്കുമ്പോൾ അത് 40,000 ആണ്. അപ്പൊ 2019 സംഭവിച്ചിട്ടുള്ള റോഡ് ആക്സിഡൻസ് എത്രയാണ്? 40,000. ഈ ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, 2016 മുതൽ 2019 വരെ വലിയ വ്യത്യാസമൊന്നും റോഡ് ആക്സിഡൻസിന്റെ നമ്പറിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ 2019 കഴിഞ്ഞ് നമ്മൾ 20 നോക്കുമ്പോൾ 19 20 ഇടയ്ക്ക് നോക്കിയ ഒരു ഡ്രാസ്റ്റിക് ഡൗൺഫാൾ ആണ് ഉണ്ടായത്. പെട്ടെന്ന് എന്ത് ചെയ്തു? റോഡ് ആക്സിഡൻസിന്റെ എണ്ണം കുറഞ്ഞു. നമുക്ക് എന്താണ് റീസൺ എന്നറിയാം. എന്താ? COVID-19 പാൻഡമിക് കാരണമാണ് റോഡ് ആക്സിഡൻസ് ഇങ്ങനെ കുറഞ്ഞത്. ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോഴത്തേക്കും റോഡ് ആക്സിഡൻസ് കുറഞ്ഞു. എന്നിട്ട് കുറഞ്ഞ പോലെ തന്നെ 2021 എത്തിയപ്പോഴത്തേക്ക് അതുപോലെ തന്നെ അത് കൂടുന്നുണ്ട്. കൂടി 2022 എത്തിയപ്പോഴത്തേക്ക് മുമ്പ് കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ റോഡ് ആക്സിഡൻസ് നടന്നത് 2022 ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ 2016 മുതൽ 2022 വരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ റോഡ് ആക്സിഡൻസ് നടന്നിട്ടുള്ള ഇയർ 2022 ആണ്. ഏറ്റവും കുറവ് നോക്കിക്കഴിഞ്ഞാൽ 2020 ഡ്യൂ ടു COVID-19 പാൻഡമിക്. ലിസ്റ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ്. ഇനി നമുക്കതൊന്ന് എഴുതിയെടുക്കാം. വാട്ട് ഇൻഫോർമേഷൻ ക്യാൻ ബി ഗാദർഡ് ഫ്രം ദ എബോ ഗ്രാഫ്? എന്ത് ഇൻഫോർമേഷൻ ആണ് ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഗ്രാഫിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? From 2016 to 2019, the number of cases remains readily stable, ranging between 36,000 and 40,000. 2016 മുതൽ 2019 വരെ നമ്പർ ഓഫ് കേസസ് ഏകദേശം സെയിം ആയിരുന്നു. 3,600 മുതൽ 4,000 വരെയായിരുന്നു കേസസ്. സിഗ്നിഫിക്കന്റ് ഡ്രോപ്പ് ഇൻ 2020 to 26,000 കേസസ്. 2020 ആയപ്പോഴത്തേക്ക് അത് കുത്തനെ ഇങ്ങ് ഇടിഞ്ഞു. 26,000 കേസസിലേക്ക് അത് കുറഞ്ഞു. ലിങ്ക് ടു COVID-19 പാൻഡമിക്. ഇത് എന്തുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ്? നമ്മുടെ COVID-19 പാൻഡമിക്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ കുറവുണ്ടായത്.
കേസസ് ബിഗാൻ ഇൻക്രീസിംഗ് അഗെയിൻ പോസ്റ്റ് പാൻഡമിക്. COVID-19 പാൻഡമിക്കിന് ശേഷം കേസ് എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടാനായിട്ട് തുടങ്ങി. By 2020, the number is greater than all previous years in the graph. 2020 ഒക്കെ ആയപ്പോഴത്തേക്ക് ഈ ഗ്രാഫിൽ തന്നിട്ടുള്ള എല്ലാ ഇയേഴ്സിന്റെ കാട്ടിലും ഏറ്റവും കൂടുതൽ ആക്സിഡൻസ് ഉണ്ടായത് എന്നാണ് 2020യിലാണ്. അടുത്തതായിട്ട് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് മോഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു ഗ്രാഫ്? ഗ്രാഫിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എ ഗ്രാഫ് ഇസ് എ 2-dimensional ഡയഗ്രാം. 2D ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിന് എന്തുകൊണ്ട്? ലെങ്തും ബ്രെഡ്ത്തും ഉള്ളതിനെയാണ് നമ്മൾ 2D ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ഇൻ എ ഗ്രാഫ് ദ ഹൊറിസോണ്ടൽ ലൈൻ എക്സ് ഡാഷ്, ഇത് വിളിക്കുന്നത് എക്സ് ഡാഷ് എന്നാണ്. എക്സ് ഡാഷ് is the x-axis and the vertical line y dash is the y-axis. The point where the axis meet is the origin. നോക്കിക്കേ, ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു 2-dimensional ഡയഗ്രാം ആണ്. എന്തൊക്കെയുണ്ട്? ലെങ്തും ബ്രെഡ്ത്തും ഉള്ള ഒരു 2-dimensional ഡയഗ്രാം ആണ് ഗ്രാഫ് എന്ന് പറയുന്നത്. അതുപോലെ അതിന്റെ ആക്സിസുകൾ പരിചയപ്പെടുത്തി. ഹൊറിസോണ്ടൽ, അതായത് നമ്മുടെ എർത്തിന്റെ സർഫസിനോട് ഇങ്ങനെ കിടക്കുന്ന, അതായത് പാരലൽ ആയിട്ട് കിടക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് വിളിക്കുന്നത്. അതുപോലെ 90 ഡിഗ്രി ലൈൻസിനെയാണ് നമ്മൾ വെർട്ടിക്കൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഹൊറിസോണ്ടൽ ലൈനിനെ വിളിക്കുന്ന പേരാണ് എക്സ് ഡാഷ്. അതുപോലെ ഗ്രാഫിലെ വെർട്ടിക്കൽ ലൈനിനെ വിളിക്കുന്ന പേര് വൈ ഡാഷ്. കണ്ടോ, വൈ ഇവിടെ വൈ ഡാഷ്. പിന്നെ അതിന്റെ സെന്റർ, അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും മീറ്റ് ചെയ്യുന്ന പോയിന്റ് വിളിക്കുന്ന പേരാണ് ഓ എന്ന് വെച്ചാൽ ഒറിജിൻ. എക്സ് ആക്സിസ് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു, വൈ ആക്സിസ് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു. അത് രണ്ടുകൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഒറിജിൻ. ഇനി അടുത്ത വേറെ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. ഒ എക്സിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതെല്ലാം പോസിറ്റീവ് ആയിരിക്കും. ഒ എക്സ് ഡാഷിൽ പ്ലോട്ട് ചെയ്യുന്നതൊക്കെ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഒ വൈയിൽ പ്ലോട്ട് ചെയ്യുന്നതെല്ലാം പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഒ വൈ ഡാഷിൽ പ്ലോട്ട് ചെയ്യുന്നതെല്ലാം നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഒ എക്സ് ഈസ് ദ പോസിറ്റീവ് ആക്സിസ്. ഒ എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആക്സിസ് ആണ്. അത് ഏതിലോട്ടുള്ള? റൈറ്റ് സൈഡിലേക്കാണ് ഒ എക്സ് എന്ന് പറയുന്ന ആക്സിസ് കിടക്കുന്നത്. അത് പോസിറ്റീവ് ആക്സിസ് ആണ്. ആൻഡ് ഒ എക്സ് ഡാഷ് ഇസ് ദ നെഗറ്റീവ് ആക്സിസ് ടുവേർഡ്സ് ലെഫ്റ്റ് ഫ്രം ദ ഒറിജിൻ. ഒറിജിനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കിടക്കുന്ന ഒ എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഏതാണ്? നെഗറ്റീവ് ആക്സിസ് ആണ്. അതുപോലെ സിമിലർലി ഒ വൈ എന്ന് പറയുമ്പോൾ മുകളിലേക്ക് ഉള്ള നോർത്തിലേക്കുള്ള ഇത് പോസിറ്റീവും, താഴേക്ക് ഒ വൈ ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവും ആയിരിക്കും. ആക്സിസ് ആർ ദ നമ്പർ ലൈൻസ്. ആക്സിസ് ആർ നമ്പർ ലൈൻസ്. ആക്സിസുകൾ എന്ത് ലൈൻസ് ആണ്? നമ്പർ ലൈൻസ് ആണ്. ഇവിടെ നമ്മൾ നമ്പേഴ്സ് ആണ് ഇങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത്. There are several segments of length 1 centimeter and breadth 1 centimeter in a graph. ഓക്കെ, ഇതാണ് ഒരു സെഗ്മെന്റ്. കണ്ടോ, അതായത് നീളം 1 സെന്റിമീറ്റർ. ഇതിന്റെ നീളം എത്രയാണ്? ഇവിടുന്ന് ഇവിടെ വരെ, ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെയുള്ള നീളം 1 സെന്റിമീറ്റർ ആണ്. അത് ഇവിടുന്ന് ഇവിടെ എത്ര സെന്റിമീറ്റർ തന്നെയാണ്? 1 സെന്റിമീറ്റർ തന്നെയാണ്. അപ്പൊ ലെങ്തും 1 സെന്റിമീറ്റർ, ബ്രെഡ്ത്തും 1 സെന്റിമീറ്റർ. അപ്പൊ ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, 1 × 1 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് അതുപോലെ കുറെ സെഗ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു സെഗ്മെന്റ് ആണ്. ലെങ്തും ബ്രെഡ്ത്തും 1 സെന്റിമീറ്റർ ആയിട്ടുള്ള സെഗ്മെന്റ് ഇത്. അതേപോലെ ഇതൊരു സെഗ്മെന്റ് ആണ്, ഇതൊരു സെഗ്മെന്റ് ആണ്, ഇതൊരു സെഗ്മെന്റ് ആണ്. എല്ലാം ഇങ്ങനെ 1 സെന്റിമീറ്റർ ലെങ്തും ബ്രെഡ്ത്തും ആയിട്ട് വരുന്ന ഇതെല്ലാം എന്താണ്? ഒരു സെഗ്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, the area of the segment ABCD is 1 centimeter square. കണ്ടോ, ഈ ഒരു സെഗ്മെന്റ് ഏരിയ എത്രയാണ്? 1 centimeter square. കാരണം എന്താ? ലെങ്തും ബ്രെഡ്ത്തും എന്താണ്? 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ 1 × 1. A graph is named by the quantities expressed in the y and x axis respectively. എനിക്കിപ്പോ ഗ്രാഫിന് നെയിം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഞാൻ പൊസിഷൻ ആണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചു, ഇവിടെ ടൈം ആണ് കൊടുത്തിരിക്കുന്നതെന്ന് വിചാരിച്ചു. ഞാൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് വൈ ആക്സിസിൽ പൊസിഷനും എക്സ് ആക്സിസിൽ ടൈമോ എന്ന് വിചാരിച്ചോ. പിന്നെ അത് പറഞ്ഞിരിക്കുന്നത് എന്താ? ക്വാണ്ടിറ്റീസ് എക്സ്പ്രസ് ഇൻ ദ വൈ ആൻഡ് എക്സ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി. അതായത് ആദ്യം വൈ, റെസ്പെക്റ്റീവ്ലി മീൻസ് അതിന്റെ ഓർഡർ ആണ് പറയുന്നത്. ആദ്യം വൈ പറയണം, അതിന് ശേഷമാണ് എക്സ് പറയേണ്ടത്. അപ്പൊ വൈ ആക്സിസിൽ എന്താ ഞാൻ കൊടുത്തിരിക്കുന്ന? പൊസിഷൻ. എക്സ് ആക്സിസിൽ ടൈം. അപ്പൊ ഈ ഗ്രാഫിന്റെ പേരെന്താവും? പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം ഇനി വേറെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേറെ ഏതെങ്കിലും ക്വാണ്ടിറ്റീസ്, ഇവിടെ വേറെ ഏതെങ്കിലും ക്വാണ്ടിറ്റീസ്. അപ്പം ഞാൻ വൈ ആക്സിസിൽ ഏത് ക്വാണ്ടിറ്റി ആണോ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ നെയിം വേണം ഫസ്റ്റിൽ പറയാൻ. അതിന് ശേഷമേ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി പറയാൻ പാടുള്ളൂ. ഇത് ഞാൻ പൊസിഷനും ടൈമും ആണ് എക്സാമ്പിൾ എടുത്തിട്ടുള്ളത്. ജസ്റ്റ് താഴോട്ട് നമുക്കൊന്ന് നോക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പൊസിഷൻ ടൈം ഗ്രാഫ് ഇവിടെ നോക്കിക്കേ. ആ ഗ്രാഫിന് എങ്ങനെയാ പേര് വന്നത്?
കാരണം അതിന്റെ y ആക്സിസിൽ പൊസിഷനാണ് കൊടുത്തിട്ടുള്ളത്, എക്സ് ആക്സിസിൽ എന്താണ്, ടൈം ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഗ്രാഫിനെ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് വിളിക്കുന്നത്. അതേപോലെ വേറെ ഇതുണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫ്. y ആക്സിസിൽ വെലോസിറ്റി, എക്സ് ആക്സിസിൽ ടൈം. കണ്ടോ, ഇങ്ങനെയാണ് ഗ്രാഫിന് പേര് കൊടുക്കേണ്ടത്. ആദ്യം y ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പറയണം, അതിനുശേഷം എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് പറയണം. A graph can be used to understand and illustrate the relation between quantities and to formulate equations based on them. ഗ്രാഫ് എന്തിനൊക്കെ ഉപയോഗിക്കാം? A graph can be used to understand and illustrate the relation between quantities. ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനും അത് ചിത്രീകരിക്കാനും ഗ്രാഫിലൂടെ നമുക്ക് സാധിക്കും. അതുപോലെ അവർ തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ഫോർമുലേറ്റ് ചെയ്യാം? ഇക്വേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പം ഗ്രാഫിലൂടെ നമുക്ക് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കിയിട്ട് ഇക്വേഷൻസ് ഫോം ചെയ്യാനായിട്ട് പറ്റും. Mathematical calculations, real-time information, formation of conclusions, etc. are also possible through graphs. Check the graph 2.1 and answer the questions given below. In which year is the number of accidents the least? ഏത് വർഷത്തിലാണ് number of accidents കുറവ്? ഈ ഗ്രാഫിലാണ് 2.1 ഗ്രാഫ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഇത്. ആക്സിഡൻസ് കുറവ് എപ്പോഴാണ്? 2020 2020ലാണ് ആക്സിഡൻസ് കുറവ്. How many accidents occurred in 2019? 2019 എത്ര ആക്സിഡൻസ് ഉണ്ടായി നോക്ക്. 2019 കറസ്പോണ്ടിങ് പോയിന്റ് എവിടെയാണ്? ഇത്. കറസ്പോണ്ടിങ് y ആക്സിസ് എവിടെയാണ്? ഇത്. 40,000 ആക്സിഡൻസ്. എത്രയാണ്? 40,000. ഇവിടെ നമുക്ക് എഴുതാം 40,000. ഇനി നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് പഠിക്കാൻ പോകുന്നത്. വായിച്ചു നോക്കാം. അടുത്തായിട്ട് പൊസിഷൻ ടൈം ഗ്രാഫ്. Information regarding the motion of an object is given in the table below. How can we draw a graph using these measurements? Choose an appropriate scale. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള, അതിന്റെ ചലനം റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻ ആണ് ഈ ഒരു ടേബിളിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ടേബിൾ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്കെയിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് വേണം വരയ്ക്കാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് പറയാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഏതൊക്കെ ആക്സിസ് മറക്കാതെ വരയ്ക്കണം. ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് എക്സ് ആക്സിസ് മാത്രം മതി, എക്സ് ആൻഡ് വൈ ആക്സിസ് മാത്രം മതി. അപ്പൊ അതുകൊണ്ട് വൈ ആൻഡ് എക്സ് ആക്സിസ് ഫസ്റ്റ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈൻ വേണം വരയ്ക്കാൻ. ഇത് ഒറിജിൻ, ഇങ്ങോട്ടുള്ളത് ഏത് ആക്സിസ്? എക്സ് ആക്സിസ്. ഹൊറിസോണ്ടൽ എക്സ് ആക്സിസ് ആൻഡ് വെർട്ടിക്കൽ ആയിട്ട് ഏത് ആക്സിസ്? വൈ ആക്സിസ്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ എന്ത് എഴുതണം? സ്കെയിൽ ഇമ്പോർട്ടന്റ് ആണ്. സ്കെയിൽ ഉറപ്പായിട്ടും എഴുതണം. ഗ്രാഫിന്റെ മുകളിലേക്ക് നമ്മൾ ഇവിടെ ഇങ്ങനെ സ്കെയിൽ, ഇവിടെ സ്കെയിൽ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാനായിട്ട്. സ്കെയിൽ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ നമ്മൾ എന്താണ് പ്ലോട്ട് ചെയ്യുന്നത്? വൈ ആക്സിസിൽ എന്താണ് പ്ലോട്ട് ചെയ്യുന്നത്? എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ ഇസിക്കൽ ടു എത്ര മെഷർ, എത്ര ക്വാണ്ടിറ്റി. വൈ ആക്സിസിൽ 1 സെന്റിമീറ്റർ ഇസിക്കൽ ടു എത്ര ക്വാണ്ടിറ്റി. അങ്ങനെ വേണം എഴുതാൻ. ഇനി അടുത്ത നമുക്ക് സ്കെയിൽ ഒന്ന് നോക്കിയാലോ. അനുയോജ്യമായിട്ടുള്ള സ്കെയിൽ എഴുതാൻ പറയുമ്പോൾ ഇത് വളരെ ചെറിയ മെഷേഴ്സും ആണ്. ഇത് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നോക്കിക്കേ, എക്സ് ആക്സിസിലും 2, 4, 6, 8, 10 ആണ് തന്നിട്ടുള്ളത്. അതും പ്ലോട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കണം. ഒറിജിൻ ഒക്കെ മാർക്ക് ചെയ്തതിനു ശേഷം വൈ ആക്സിസിൽ 1, 2, 3, 4, 5, എക്സ് ആക്സിസിൽ 2, 4, 6, 8. ഫസ്റ്റ് എക്സ് ആക്സിസ് വേണം പ്ലോട്ട് ചെയ്യാൻ. എക്സ് ആക്സിസിൽ ഇവിടെ 1 സെന്റിമീറ്റർ കഴിയുമ്പോൾ ഇവിടെ ഒരു ഡോട്ട് ഇട്ട് 2. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1 സെന്റിമീറ്റർ കഴിയുമ്പോൾ 4, അടുത്ത 1 സെന്റിമീറ്റർ 6, പിന്നെ 8, പിന്നെ 10. ഓക്കെ, ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം. ഓരോരോ 1 സെന്റിമീറ്റർ കഴിയുമ്പോഴാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. വൈ ആക്സിസിലൂടെ മാർക്ക് ചെയ്യുക. നമുക്കിവിടെ 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1 സെന്റിമീറ്റർ ആണ് ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ്. ഈ ഇവിടെ 1 സെന്റിമീറ്റർ, ഇതിന്റെ ഇടയ്ക്ക് 1 സെന്റിമീറ്റർ, ഇതിന്റെ ഇടയ്ക്ക് 1 സെന്റിമീറ്റർ. അതായത് ഇനി ഗ്രാഫ് കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് നമ്മൾ ഇവിടെ വേണം മാർക്ക് ചെയ്യാൻ. പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, അങ്ങനെ
ഇവിടെ അതുപോലെ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വേണം മാർക്ക് ചെയ്യാൻ, പിന്നെ ഇവിടെ അങ്ങനെ വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഞാൻ ഇത് ഫെയർ ആയിട്ട് വരച്ചു തരാം. ഞാൻ ഇപ്പൊ റഫായിട്ടൊന്ന് പറഞ്ഞു തരാണ്. അപ്പൊ നോക്കി, എക്സ് ആക്സിൽ നമ്മൾ ഇവിടെ എന്താ മാർക്ക് ചെയ്യുന്നത് ഇവിടെ എഴുതി വെക്കണം. ഇവിടെ ടൈം ആണ് മാർക്ക് ചെയ്യുന്നത്, നമ്മൾ കൃത്യമായിട്ട് എഴുതണം. അതിന്റെ യൂണിറ്റ് കൂടെ എഴുതണം. ഇവിടെ ടൈം ബ്രാക്കറ്റിൽ സെക്കൻഡ് എന്ന് പറഞ്ഞ് യൂണിറ്റും എഴുതണം. ഇവിടെ അതുപോലെ എന്താണോ മാർക്ക് ചെയ്യുന്നത്, ഇവിടെ പൊസിഷൻ ആണെങ്കിൽ പൊസിഷൻ എഴുതിയിട്ട് പൊസിഷൻ കംപ്ലീറ്റ് എഴുതണേ. പൊസിഷൻ എഴുതിയിട്ട് ബ്രാക്കറ്റിൽ അതിന്റെ യൂണിറ്റും എഴുതണം. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ പറയുന്നതെല്ലാം ഇമ്പോർട്ടന്റ്, ഒരു ഗ്രാഫിന് വേണ്ടിയ കാര്യങ്ങളാണ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം എക്സ് ആക്സിസിൽ 2 സെക്കൻഡ് ആയപ്പോഴത്തേക്കും നമ്മുടെ ഒബ്ജക്റ്റ് എവിടെ എത്തി? 1 മീറ്റർ എത്തി. 1 മീറ്റർ കവർ ചെയ്ത്, അതായത് 2 സെക്കൻഡ്. അതായത് ഞാൻ ഇങ്ങോട്ട് നേരെ നോക്കണം. 2 സെക്കൻഡും 1 മീറ്ററും കൂടെ വന്ന് കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇതാണ്. അടുത്ത 4 സെക്കൻഡ് ആയിരുന്നപ്പോ 2 മീറ്റർ, അതായത് ഇവിടുന്ന് 4. ഞാൻ നേരെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ 2നോട് ഇത് കറസ്പോണ്ടിങ് ആയിട്ട് വന്ന് നിൽക്കുന്ന ഇവിടെ ഈ ഒരു പോയിന്റ്. ഇനി അടുത്ത ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതുപോലെ വരയ്ക്കാം. അപ്പൊ നമുക്ക് ഫെയർ ആയിട്ടൊന്ന് വരയ്ക്കാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാഫ് പേപ്പർ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗ്രാഫ് പേപ്പറിൽ ഏതൊക്കെ ലൈൻസ് വരയ്ക്കേണ്ടത്? നമ്മുടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എക്സ് ആക്സിസും വെർട്ടിക്കൽ ആയിട്ടുള്ള വൈ ആക്സിസും വരയ്ക്കണം. അപ്പൊ ഞാൻ എക്സ് ആക്സിസ് വരയ്ക്കുകയാണ്. ഹൊറിസോണ്ടൽ എക്സ് ആക്സിസ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എക്സ് ആക്സിസ്, ആൻഡ് ദെൻ വെർട്ടിക്കൽ ആയിട്ടുള്ള വൈ ആക്സിസ്, വെർട്ടിക്കൽ ആയിട്ടുള്ള വൈ ആക്സിസ്. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് നല്ല വൃത്തിക്ക് വേണം വരയ്ക്കാൻ. നമുക്ക് ഇവിടെ എന്തൊക്കെ മാർക്ക് ചെയ്യാം? ഇവിടെ രണ്ടിടത്തും ആരോ ഇടണം. അതുപോലെ ഇവിടെ ഒറിജിൻ മാർക്ക് ചെയ്യണം, ഇവിടെ എക്സ് എന്ന് മാർക്ക് ചെയ്യണം, ഇവിടെ വൈ മാർക്ക് ചെയ്യണം. പിന്നെ എക്സ് ആക്സിസിൽ എന്താണ്, ഏത് ക്വാണ്ടിറ്റി ആണെന്നുള്ളത് എഴുതണം, വൈ ആക്സിസിൽ ഏത് ക്വാണ്ടിറ്റി ആണെന്നുള്ളത് എഴുതണം. നമ്മൾ എന്തൊക്കെ മാർക്ക് ചെയ്തു? എക്സ് ആക്സിസ് മാർക്ക് ചെയ്യുക, വൈ ആക്സിസ് മാർക്ക് ചെയ്യുക, ഒറിജിൻ 2 എക്സും വൈയും മീറ്റ് ചെയ്യുന്ന ഒറിജിൻ മാർക്ക് ചെയ്യണം. എക്സ് ആക്സിസിൽ ഏത് ക്വാണ്ടിറ്റി ആണോ പ്ലോട്ട് ചെയ്യുന്നത് അത് എഴുതണം. അതിനോടൊപ്പം തന്നെ അതിന്റെ യൂണിറ്റും ബ്രാക്കറ്റിൽ എഴുതണം. ഇവിടെ എക്സ് ആക്സിസിൽ ടൈം ആണ് പ്ലോട്ട് ചെയ്യുന്നത്, അപ്പൊ അത് എഴുതി അതിന്റെ യൂണിറ്റ് നമ്മൾ ബ്രാക്കറ്റ് എഴുതി, എന്നിട്ട് ഇങ്ങനെ ഒരു ആരോ കൂടെ കൊടുക്കുക. അതിനുശേഷം വൈ ആക്സിസിൽ നമ്മൾ എന്താണ് പ്ലോട്ട് ചെയ്യുന്നത് അതും എഴുതണം, ആ ക്വാണ്ടിറ്റി എഴുതണം, അതിന്റെ യൂണിറ്റും ബ്രാക്കറ്റിൽ കൊടുക്കണം, എന്നിട്ട് ഇങ്ങനെ ഒരു ആരോ കൊടുക്കുക. വൈ ആക്സിസിൽ എഴുതുന്ന ക്വാണ്ടിറ്റി ഇവിടെ ഇങ്ങനെ ചരിച്ച് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, അപ്പം എന്നിട്ട് മേലോട്ടൊരു ആരോ കൂടെ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് മാർക്ക് ചെയ്യാം, ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. എത്ര പോയിന്റ്സ് ഉണ്ട് ടോട്ടല്? 5 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ എക്സും വൈയും ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കണം നമ്മുടെ കയ്യിലുള്ള ഡേറ്റാസ് മാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മൾ വിട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. അതായത് ഇവിടെ എനിക്ക് 5 പോയിന്റ്സ് ആണ് വരയ്ക്കാനുള്ളത്. അപ്പൊ അതിനുള്ള സ്പേസ് വിട്ടതിന് ശേഷമേ നമ്മൾ ഗ്രാഫ് ഇങ്ങനെ ആരോ വെച്ച് ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഞാനിപ്പോൾ പറയാം, എനിക്കിവിടെ 1 2 3 4 5. എനിക്കിനി ഈ 5ാമത്തെ ആ പോയിന്റിൽ കൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യില്ല, പക്ഷെ ഒരു പോയിന്റ് കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവിടെ കൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാൻ പാടില്ല. ഇവിടെ ക്ലോസ് ചെയ്ത് ആരോ ഇടുന്നതിന് വിഷയമില്ല. അപ്പൊ നോക്കാം, നമുക്ക് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ടൈമിൽ 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6, 8, 10. എക്സ്ട്രാ ഞാൻ ഒരു പോയിന്റ് കൂടെ ഇട്ടിട്ടുണ്ട് ഇവിടെ 12. ഓക്കെ, അടുത്ത ഇപ്പുറത്ത് അതുപോലെ 1 2 3 4 5. അത്ര ഞാൻ എഴുതി ഫില്ല് ചെയ്തിട്ട് ഇനി ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാം ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈം 2 4 6 8 10. എക്സ്ട്രാ ഞാൻ പോയിന്റ് 12 കൂടെ ഇട്ടെന്നേ ഉള്ളൂ. അതിനുശേഷം പൊസിഷൻ 1 2 3 4 5. ഇത്രയും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. തന്നിട്ടുള്ള ടേബിളിന്റെ ഹെൽപ്പോട് കൂടി വേണം നമ്മൾ ഗ്രാഫ് വരയ്ക്കാനായിട്ട്. അപ്പം ടേബിൾ പറഞ്ഞിട്ടുണ്ട് 2 സെക്കൻഡിൽ നമ്മുടെ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 1 മീറ്റർ ആയിരുന്നു. അപ്പൊ 2 സെക്കൻഡ് ഇങ്ങനെ മേലോട്ട് വരിക, 1 മീറ്റർ ഇങ്ങനെ നമുക്ക് കറസ്പോണ്ടിങ് നോക്കുമ്പോൾ ഈ പോയിന്റിലാണ് അവർ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്നത്. അപ്പൊ 2 സെക്കൻഡ് നമ്മൾ ഈ താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് നോക്കുക, 1 മീറ്റർ നമ്മളിങ്ങനെ ഈ ഒരു ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നോക്കുക. അപ്പൊ രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് നമുക്ക് കിട്ടി. ഈ ഒരു പോയിന്റിലാണ് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത 4 സെക്കൻഡ് ആയപ്പോഴത്തേക്ക് 2 മീറ്റർ ആണ്. അപ്പൊ 4 നമ്മൾ മേലോട്ട് ഇങ്ങനെ നോക്കി, ഇത് കറസ്പോണ്ടിങ് ഇങ്ങനെ നോക്കിയപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നത് ഇവിടെ. അപ്പൊ 6ഉം 3യും കൂടെ 6 സെക്കൻഡ് ആയപ്പോഴത്തേക്ക് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ 3 ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 6ഉം 3യും കൂടെ എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? ഈ പോയിന്റ്.
അടുത്ത 8ഉം 4ഉം കൂടെ ഇവിടെ കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റ്. 8 ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, 4 നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ 8ഉം 4ഉം കൂടെ ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. 10ഉം 10 സെക്കൻഡ് ആയിരുന്നപ്പോൾ 5 മീറ്റർ. അപ്പൊ 10 സെക്കൻഡ് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് നോക്കുന്നു, അതുപോലെ 5 മീറ്ററിന്റെ അവിടെ നമ്മൾ ഇങ്ങനെ നോക്കുന്നു. രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന എവിടെയാണ്? ഈ ഒരു പോയിന്റിലാണ്. അപ്പൊ നമ്മൾ പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കണം. പോയിന്റ്സ് എല്ലാം കൂടെ നമുക്ക് കണക്ട് ചെയ്ത് വരയ്ക്കാം. ഒറിജിനോട് കണക്ട് ചെയ്ത് ഈ പോയിന്റ്സ് നമുക്ക് വരയ്ക്കാം. ദണ്ടേ യെസ്. അപ്പൊ നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രാഫ് ഇവിടെ റെഡി ആയോ? ഇല്ല. ഗ്രാഫിൽ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യാനുണ്ട്? ഇനിയും സ്കെയിൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാഫ് വരച്ചതിന് ശേഷം നമ്മൾ അതിന്റെ സ്കെയിൽ ഈ സൈഡിൽ മാർക്ക് എല്ലാം സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായിട്ട് വേണം. നമ്മൾ സ്കെയിൽ എഴുതി എക്സ് ആക്സിസിൽ ഇതാണ്. എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇത്രയും 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 2 സെക്കൻഡ്സ്. കാരണം ഇത് 2 സെക്കൻഡ്സ് കൂടിയാണ് വരുന്നത്. വൈ ആക്സിസിൽ 1 സെന്റിമീറ്റർ 1 മീറ്റർ. വൈ ആക്സിസിൽ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. സ്കെയിൽ എഴുതണം. അപ്പൊ നമ്മുടെ ഗ്രാഫ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ഇടുക. ഞാൻ സെപ്പറേറ്റ് നമ്മുടെ സാധാ പേപ്പറിലും ഗ്രാഫ് ചെയ്ത് കാണിക്കാം. Draw the axis x dash O x and y dash O y on the given graph paper. Mark O at the point of intersection of the axis. Determine the appropriate scale and plot positions on y axis and time on x axis according to the scale. നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഡാഷ് ഒ വൈയും എക്സ് ഡാഷ് ഒ എക്സും വൈ ഡാഷ് ഒ വൈയും നമുക്ക് വരയ്ക്കാം. ദണ്ടേ നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വേണം വരയ്ക്കാൻ. ഞാനിപ്പോൾ റഫായിട്ട് വരയ്ക്കാം. നമ്മൾ ഓൾറെഡി ഫെയർ വരച്ചല്ലോ. എക്സ്, ഇവിടെ എക്സ് ഡാഷ്, ഇവിടെ വൈ, ഇവിടെ വൈ ഡാഷ്. അപ്പൊ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പൊസിഷനും മാർക്ക് ചെയ്യണം. മാർക്ക് ദ കോർഡിനേറ്റ്സ് ഗിവൺ ഓൺ ദ ടേബിൾ ആസ് പോയിന്റ്സ് ഓൺ ദ ഗ്രാഫ് പേപ്പർ. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേര് കോർഡിനേറ്റ്സ്. ഈ കോർഡിനേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഈ കോർഡിനേറ്റ്സ് തന്നിട്ടുള്ള അതേ പൊസിഷനിൽ തന്നെ മാർക്ക് ചെയ്യുക. നമ്മൾ പറഞ്ഞില്ലേ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാർക്ക് ചെയ്യണം എന്ന്. അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെ ജസ്റ്റ് ടെക്സ്റ്റിൽ കിടന്നുകൊണ്ട് വായിച്ചതേ ഉള്ളൂ. എക്സാമ്പിൾ, ഇവിടെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. 2 1 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് വേർ ദ ടൈം ഈസ് 2 സെക്കൻഡ്. ഇവിടെ എക്സിന്റെ ആണ് കൊടുത്തിട്ടുള്ളത്. എക്സ് ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡ് ഉള്ളപ്പോൾ പൊസിഷൻ എവിടെയാണ്? 1 മീറ്ററിൽ. അപ്പൊ ഇവിടെ എക്സിന്റെ ആണ് ആദ്യത്തെ കോർഡിനേറ്റ്, അടുത്തത് വൈയുടെ കോർഡിനേറ്റ് കൊടുത്തിട്ടുള്ളത്. ബ്രാക്കറ്റ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ള എക്സിന്റെ കോർഡിനേറ്റും രണ്ടാമത് വൈയുടെ കോർഡിനേറ്റും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ 2 സെക്കൻഡിൽ എത്ര മീറ്റർ ആണ്? 1 മീറ്റർ ആണ് സഞ്ചരിച്ചിട്ടുള്ളത്. മാർക്ക് ദ പോയിന്റ് വിച്ച് ലൈസ് above 2 on the x axis and against 1 in the y axis. ഇവിടെയാണ് 2 എങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മുകളിലോട്ട് നോക്കുക. ഇവിടെയാണ് 1 എങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ പൊസിഷൻ. 2 പോയിന്റ്സ് ഇവിടെ മീറ്റ് ചെയ്യുന്ന എവിടെയാണോ അതാണ് നമ്മുടെ പോയിന്റ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അപ്പൊ അടുത്തത് ഇവിടെ ആയിരുന്നു. നമ്മൾ ഓൾറെഡി വരച്ചപ്പോൾ നമുക്ക് പോയിന്റ്സ് എവിടെയാന്ന് വരുന്നത് നമുക്ക് അറിയാലോ. 6ന്റെ കറസ്പോണ്ടിങ് 3, 8ന്റെ കറസ്പോണ്ടിങ് 4, 10ന്റെ കറസ്പോണ്ടിങ് ഏതായിരുന്നു? 5. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ ആണ്. നമ്മളെപ്പോഴും ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ സ്കെയിൽ വെച്ച് മാത്രമേ ജോയിൻ ചെയ്യുന്നാലേ നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈന് കിട്ടുള്ളൂ. ഓക്കെ, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ ഗ്രാഫ് ഒബ്റ്റെയിൻഡ്? ഈ കിട്ടിയ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ്? എ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണോ കിട്ടിയത്? അല്ല, ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. ഇങ്ങനെ ചരിഞ്ഞൊരു സ്ട്രെയിറ്റ് ലൈൻ ആണോ കിട്ടിയത്? അതെ, നമുക്ക് കിട്ടിയത് ഏതാ? ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. കേർവ്ഡ് ആയി വളഞ്ഞ ലൈൻ ഒന്നും അല്ല നമുക്ക് കിട്ടിയല്ല, ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് കിട്ടിയത്. ബൈ വാട്ട് നെയിം ഈസ് ദിസ് ഗ്രാഫ് നോൺ? ഈ ഗ്രാഫിന്റെ പേരാണ് പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. ഗ്രാഫിന്റെ പേര് പൊസിഷൻ ടൈം ഗ്രാഫ്. അതുപോലെ ഇങ്ങനെ ലൈൻ വെച്ച് വരയ്ക്കുന്ന ഗ്രാഫിനെ വിളിക്കുന്ന പേരെന്താണ്? ലൈൻ ഗ്രാഫ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് ഇത്. ഇങ്ങനെ ലൈൻ വെച്ച് വരയ്ക്കുന്ന ഗ്രാഫിന്റെ പേര് ലൈൻ ഗ്രാഫ്. നിങ്ങൾ ബാർ ഗ്രാഫ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത് ലൈൻ ഗ്രാഫ്. പൊസിഷൻ ഇവിടെ ടൈം, പൊസിഷൻ ടൈം ഗ്രാഫ്. From the shape of the graph obtained, what is the nature of the velocity of the object?
വെലോസിറ്റിയുടെ പ്രത്യേകത എന്താണ്? യൂണിഫോം ആണ്, യൂണിഫോം വെലോസിറ്റി ആണ്. കാരണം ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്ത് പോകുന്നത്. സോ യൂണിഫോം വെലോസിറ്റി. വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്ട് ഇൻ 5 സെക്കൻഡ്? 5 സെക്കൻഡിലുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്, അതായത് 4, 5 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇവിടെ പാതിയിൽ വരും. 5 സെക്കൻഡ് എന്ന് ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ഇങ്ങനെ വരച്ച് നോക്കുമ്പം ഇതിന്റെ ഹാഫിലാണ് വന്ന് നിൽക്കുന്നത്. ഈ ഒരു സെഗ്മെന്റിന്റെ ഹാഫ് പോയിന്റിലാണ്, പകുതി പോയിന്റിലാണ്, ഹാഫിലാണ് വന്ന് നിൽക്കുന്നത്. അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇപ്പൊ നമ്മൾ ഗ്രാഫിൽ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 2.5 ആണ് കിട്ടുന്നത്. 2.5 കിട്ടും. നമ്മൾ ഇവിടുന്ന് 4, 6 അല്ലേ? അപ്പൊ ഇവിടുത്തെ ആ നടുക്കലത്തെ പോയിന്റ്, ഇതിന്റെ രണ്ടിന്റെ നടുക്കലത്തെ ഈ പോയിന്റ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. നടുക്കലത്തെ ഈ പോയിന്റ് എന്താണ്? 5. 5ന് കറസ്പോണ്ട് നമ്മൾ മേളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ ഒരു സ്ലാൻഡിങ് ലൈനിൽ ഇവിടെ വന്ന് തട്ടും. അപ്പൊ അത് കറസ്പോണ്ടിങ് നമ്മൾ ഈ ഒരു y ആക്സിസിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുമ്പോൾ അത് 2.5 വന്നാണ് നിൽക്കുന്നത്. സോ എത്രയാണ് 5 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ്? 2.5 meters. വാട്ട് ഇസ് ദ ടൈം ടേക്കൻ ടു ട്രാവൽ 1.5 meter? അതായത് 1 എന്ന് പറയുന്നത് ഇവിടെ, 1.5 എന്ന് പറയുമ്പം 1ന്റെയും 2ന്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്കത്തെ പോയിന്റ് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. 1.5 ഇവിടെ വരും. എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ഇതുണ്ട് ഇവിടെ വന്ന് ടച്ച് ചെയ്യും. നമ്മുടെ ഈ സ്ലാൻഡിങ് ലൈനിന്റെ ഇവിടെ വന്ന് ടച്ച് ചെയ്യും. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് താഴേക്ക് നോക്കണം. കറസ്പോണ്ടിങ് എക്സ് ആക്സിസ് മെഷർമെന്റ് എത്രയാന്ന് നോക്കണം. എത്രയാണ്? 2ന്റെയും 4ന്റെ ഇടയ്ക്കാണ് ഇത് വരുന്നത്. കറസ്പോണ്ടിങ് 2ന്റെ 4ന്റെ ഇടയ്ക്കാണ് വരുന്നത്. അതായത് ആക്സിസിലേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് വരച്ച് നോക്കുമ്പം അത് 2ന്റെയും 4ന്റെയും മിഡിൽ പോർഷനിലായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ 2ന്റെയും 4ന്റെ മിഡിൽ ആരാണ് വരുന്നത്? 3. അപ്പൊ എന്താണ്? 3 seconds ആണ് ടൈം എടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് കൺസിഡർ അനദർ സിറ്റുവേഷൻ. നമുക്ക് മറ്റൊരു സാഹചര്യം നോക്കാം. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് മോഷൻ ഓഫ് എ കാർ ഈസ് ഗിവൺ. ഒരു കാറിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പൊ എക്സ് ആക്സിസിൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1 centimeter is equal to 2 seconds, വൈ ആക്സിസിൽ 1 centimeter is equal to 10 meters. അടുത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ ഫിൽ ചെയ്യണം. How can we find the velocity of the car from A to B from graph 2.4? ഗ്രാഫ് 2.4ൽ നിന്നും എങ്ങനെയാണ് നമുക്ക് എ മുതൽ ബി വരെയുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വെലോസിറ്റി ഇസ് ഇക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? അപ്പൊ എടുത്തിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എ മുതൽ ബി വരെ എത്ര ഡിസ്പ്ലേസ്മെന്റ് അത് സഞ്ചരിച്ചു, അതുപോലെ ആ അത്രയും ഡിസ്പ്ലേസ്മെന്റ് സഞ്ചരിക്കാൻ എടുത്ത ടൈം നമ്മൾ കണ്ടുപിടിക്കണം. അതിന് അത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടോ, എ എന്ന് പറയുന്ന പോയിന്റ് നേരെ കറസ്പോണ്ടിങ്ങിലി അത് എത്രയാണ്, വൈ ആക്സിസിൽ അതിന്റെ മെഷർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റ് ഇതുപോലെ ഡോട്ടഡ് ലൈൻസ് വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വൈ ആക്സിസിൽ അതിന്റെ മെഷർ കണ്ടുപിടിക്കുക. എന്നിട്ട് അവ തമ്മിലുള്ള എന്ത് കണ്ടുപിടിക്കണം? ഡിഫറൻസ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളത് കിട്ടും. 50 മീറ്ററിൽ വന്ന് നിൽക്കുവാണ്. ആള് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 20 മീറ്ററിലായിരുന്നു. അപ്പൊ 50 - 20 ചെയ്യുമ്പോൾ നമുക്ക് അയാൾ ടോട്ടൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കിട്ടും. അതുപോലെ ടോട്ടൽ അദ്ദേഹം എടുത്ത സമയം അറിയണമെങ്കിലും S2, അതായത് എവിടെയാ ബി എന്ന് പറയുന്നത്? ഇവിടെ ഇങ്ങനെ താഴോട്ട് വരുമ്പോ 10. ഇപ്പൊ 10 seconds ആയി. തുടങ്ങിയത് എയിൽ നിന്നാണ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ തുടങ്ങിയപ്പോ എത്രയായിരുന്നു? 4 seconds. 4 seconds മുതൽ 10 seconds വരെയുള്ള ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 10 - 4 ചെയ്യുമ്പോൾ അതിന്റെ ടൈം കിട്ടും. 4 seconds മുതൽ 10 seconds വരെ അതിന്റെ ഇടയ്ക്കുള്ള ടൈം നമുക്ക് കിട്ടും. അതായത് ആ സമയം കൊണ്ടാണ് അവർ ഇത്രയും മീറ്റർ സഞ്ചരിക്കുന്നത്, ഇത്രയും ദൂരം സഞ്ചരിക്കുന്നത്. ഓക്കെ, വാട്ട് ഇസ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ കാർ ഫ്രം എ ടു ബി ഇൻ ദ ഗ്രാഫ്? എ മുതൽ ബി വരെ ഉള്ള ഡിസ്പ്ലേസ്മെന്റ്, അതായത് എ മുതൽ ബി വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ഓൾറെഡി പറഞ്ഞു. 50 - 20 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 30. 50 - 20 is equal to 30 meter. What is the time taken by the car to travel from A to B? എ മുതൽ ബി വരെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയുള്ള ടൈം. അപ്പൊ നോക്കുക, ടൈം നോക്കുമ്പോൾ താഴോട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ടൈം പറയുമ്പോൾ താഴോട്ട് നോക്കണം. എക്സ് ആക്സിസിലേക്ക് നോക്കുക. എയിൽ എത്രയായിരുന്നു? 4ഉം ബിയിൽ എത്രയാണ്? 10ഉം. അപ്പൊ എ മുതൽ ബി വരെ അതിന് സഞ്ചരിക്കാൻ എടുത്ത സമയം നമ്മൾ 10 - 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. 10 - 4 ആണ് ഇവിടുത്തെ ആൻസർ. 10 - 4 ചെയ്യുമ്പോൾ കിട്ടും. 10 - 4 എത്രയാ? 6. 10 - 4 6 seconds. ഓക്കെ,
അടുത്ത വെലോസിറ്റി ഈസ് ഇക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. കണ്ടോ, ഇവിടെ വെലോസിറ്റി കണ്ടുപിടിക്കല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ആൻസർ ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് S2 മൈനസ് S1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. S2 മൈനസ് S1, S2 ഇതാണ്, S2 മൈനസ് S1 ഡിവൈഡ് ബൈ T2 മൈനസ് T1. S2 എന്ന് പറയുമ്പോൾ ഫൈനൽ പൊസിഷൻ. ഓക്കെ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ കാർ അറ്റ് ദ 6th സെക്കൻഡ് ഇൻ ദ ഗ്രാഫ്? 6th സെക്കൻഡില്, 6th കണ്ടോ, 6th സെക്കൻഡ് ഇവിടെയാണ്. സെക്കൻഡിൽ ഗ്രാഫിന്റെ പൊസിഷൻ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുമ്പം ഇവിടെ വന്ന് ടച്ച് ചെയ്യും. അതിന്റെ കറസ്പോണ്ടിങ് വൈ ആക്സിസ് മെഷർ നോക്കിയാൽ മാത്രം മതി. എവിടെയാണ്? 30 മീറ്റേഴ്സിലാണ്. എത്ര മീറ്റേഴ്സിലാണ്? 30 മീറ്റേഴ്സിൽ. വാട്ട് ടൈപ്പ് ഓഫ് വെലോസിറ്റി ഡസ് ദിസ് കാർ ഹാവ്? ഈ കാറിന് ഏത് വെലോസിറ്റിയാ? സ്ട്രെയിറ്റ് ലൈൻ. ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഇങ്ങനത്തെ ഗ്രാഫാണ് ഇത്. ചരിഞ്ഞിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഏത് വെലോസിറ്റിയാണ്? യൂണിഫോം വെലോസിറ്റിയാണ്. ഏത് വെലോസിറ്റിയാണ്? യൂണിഫോം വെലോസിറ്റി. ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി ഓഫ് ദ കാർ ബിറ്റ്വീൻ 6 സെക്കൻഡ് ആൻഡ് 8 സെക്കൻഡ് ഫ്രം ദ ഗ്രാഫ്. 6 സെക്കൻഡ് മുതൽ 8 സെക്കൻഡ് വരെയുള്ള ആ ഒരു കാറിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ 6 തൊട്ട് 8 എന്ന് പറയുമ്പോൾ ടൈം എത്ര? 8 മൈനസ് 6 2 സെക്കൻഡ് ആണ് ടൈം. അതുപോലെ തന്നെ പൊസിഷൻസ് നോക്കാം. 8ൽ എവിടെയാണ്? 40ൽ. 6ൽ എവിടെയാണ്? 30ൽ. അപ്പൊ 40 മൈനസ് 30 ഡിവൈഡഡ് ബൈ 2. 40 മൈനസ് 30 ഡിവൈഡഡ് ബൈ 2. അപ്പൊ 40 മൈനസ് 30 എന്ന് പറയുമ്പോൾ എത്രയാണ്? 10. 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര? 5 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഓഫ് ദ കാർ ബിറ്റ്വീൻ 6 സെക്കൻഡ് ആൻഡ് 8 സെക്കൻഡ് from the graph 40 minus 30 divided by 2 that is equal to 10 by 2 that is equal to 5 meter per second. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി ടോപ്പിക്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സബ്ജക്റ്റിനോ വേറെ ഏതെങ്കിലും ടോപ്പിക്കിനോ ഇതുപോലെ ക്ലാസ്സുകൾ വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാൽ മതി. ഞാൻ അത് ഉടനെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ബൈ ബൈ.